ഹലോ ഗൈസ്, കുറേ കാലമായിട്ട് കണ്ടിട്ട്. ഇത്ര കാലം ഞാൻ എവിടെയെന്നാണ് അന്വേഷിക്കുന്നത്. ഞാൻ ഇത്ര കാലം എവിടെ വെച്ചാൽ എൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നാളെ അങ്ങനെ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു മിത്ത് ബെസ്റ്റ് ചെയ്യണത്. അപ്പം ഞാനും വിചാരിച്ചു ഞാനും മിത്ത് ബെസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 5 മിത്താണ് ബെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ലാഗടിപ്പിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് മിത്ത് എന്താ നോക്കണം, ആൻവിൽ നമ്മുടെ തലയിൽ വീണാൽ നമുക്ക് ഡാം കിട്ടും. പക്ഷേ ഈ കാണുന്ന 4 സാധനങ്ങളുടെ മേലേക്ക് വീണാൽ ആൻമേൽ തന്നെ പൊട്ടിപ്പോവും. നോക്കുകയാണെങ്കിൽ ഈ ഡേർട്ട് ബ്ലോക്ക് പൊടിച്ച് ടോർച്ചിൻ്റെ മേലേക്ക് ആൻവിൽ വീണ്ടെത്തി നോക്കാം. ഇത് വീടാണെങ്കിൽ നേരെ അത് പൊട്ടിയും കൊണ്ടേയിരിക്കും ലൈൻ ബൈ ലൈൻ ആയിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് വീറ്റ് സീഡിൻ്റെ വേണ്ടയ്ക്ക് ഇതിട്ടാലും അതും പൊടിഞ്ഞു പോവും. അല്ല, ഇനി മെഴുകുതിരിൻ്റെ മണ്ടയ്ക്ക് ഇട്ടാൽ അതും പൊടിഞ്ഞു പോവും. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ ടേർട്ടിൽ എഗ് ഉണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ടാൽ അതും പൊടിഞ്ഞു പോവും. ഇത്ര സ്ട്രോങ് ആയ സാധനം നമ്മുടെ മണ്ടയ്ക്ക് വീണാൽ നമുക്ക് ഡാമേജ് കിട്ടും. പക്ഷേ ഈ ചെറിയ സാധനങ്ങളുടെ വീണാൽ ഇത് പൊട്ടിപ്പോകും. അതെന്ത് ലോജിക്ക്? നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ചാടി നോക്കണമെങ്കിൽ പൊട്ടിപ്പോകും. അപ്പം നമുക്ക് ആനുവലിനെക്കാട്ടിലും വെയിറ്റ് ഉണ്ടോ? പിന്നെന്താ, ആനുവലിൽ നമ്മുടെ തലയ്ക്ക് വീഴുമ്പോൾ നമുക്ക് ഡാമേജ് കിട്ടുന്നത്? മൊജാങ്കണ്ണൻ എന്തുദ്ദേശിച്ചാണ് ഇത് ഗെയിമിൽ ആഡ് ചെയ്തത് പറയൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മിത്ത് എന്താ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രോക്സ് സ്ലൈം കുട്ടികളെ തിന്നും. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇവിടെ കുറേ സ്ലൈം കുട്ടികളെ സ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കൊരു ഫ്രോഗിനെ സ്പോൺ ചെയ്ത് നോക്കാം. അത് തിന്നുന്നു. അപ്പോൾ ഈ സന്തോഷത്തിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ അടുത്ത മിത്തിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത മിത്ത് എന്താ വെച്ചാൽ, നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ പെട്ട് കിടക്കണമെങ്കിൽ നമ്മുടെ കോറസ് ഫോട്ട് ഉപയോഗിച്ച് അവിടെ നിന്ന് ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മുടെ കോറസ് ഫോട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിത് കഴിച്ചു നോക്കി, ഇത് നമ്മളിവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കണമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ ക്രീപ്പർ വന്ന് നിങ്ങളുടെ വീട് പൊട്ടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇനി പൊട്ടിക്കാണ്ടിരിക്കാൻ നമ്മുടെ ഒരു ട്രിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്രീപ്പറിന് പൂച്ചകളെ ഭയങ്കര പേടിയാണെന്ന് എനിക്കൊരു വിവരം കിട്ടി. അപ്പോൾ നമുക്ക് ഈ കൂട്ടിനടുത്ത് നമുക്കൊരു പൂച്ചയെ സ്പോൺ ചെയ്ത് നോക്കാം, ഈ ക്രീപ്പർമാരുടെ റിയാക്ഷൻ എന്താണെന്ന്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രീപ്പർമാർ അതിനെ കണ്ടതും പേടിച്ച് ഓടുന്നുണ്ട്. അപ്പോൾ ഈ മെത്ത് വർക്കിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു പൂച്ചയെ ടൈം ചെയ്ത് നിങ്ങളുടെ വീട്ടിന് മുമ്പ് ഇട്ടോളൂ. പിന്നെ ക്രീപ്പർ അവിടേക്ക് അടുക്കില്ല. സോ നമ്മുടെ അടുത്ത മെത്ത് നോക്കുകയാണെങ്കിൽ അതും പൂച്ചയെ പറ്റി തന്നെയാണ്. അതിലൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അവിടെ മിത്ത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ പൂച്ച എത്ര ഐറ്റം താഴേക്ക് ചാടിയിട്ടാലും അതിന് ഡാമേജ് പറ്റില്ല എന്നാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് മിത്തും കൺഫേം ആയിട്ടുണ്ട്. ഈ വീഡിയോ ഒരുപാട് ചെറുതായെന്ന് എനിക്കറിയാം, പക്ഷേ അടുത്ത വീഡിയോ കുറച്ച് ലെങ്ത് ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയുന്ന മിത്തുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് വയ്ക്കുക. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഷൗട്ട് ഔട്ടും തരുന്നതായിരിക്കും നിങ്ങൾക്ക്.